ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു J2 Tech and Vlogs. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പം തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഏതാണെന്നും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറി ചെന്നിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് നമുക്ക് ഒരു ലോഗോയോ ഒന്നും തന്നെ ഇല്ല, ഒരു റൗണ്ട് സർക്കിളിൻ്റെ അകത്ത് ട്രാൻസ്പെറൻറ്റ് ഇമേജിൻ്റെ ഒരു പടം മാത്രമേ ഉള്ളൂ. ആ ഒരു ആപ്ലിക്കേഷനാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്നുള്ളത്. നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നേരെ ഒരു ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു എഡിറ്റിംഗ് ആയിട്ടുള്ള ആ ആപ്ലിക്കേഷൻ ആണെന്ന് പോലും നമുക്ക് ഡൗട്ട് അടിച്ചു പോകും. കാര്യം ഇതിൽ അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്തോ കുറേ ഒരു ജസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു UI ആണ് ഇതിൻ്റെ അത് കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു ഇൻ്റർഫേസ് അങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ലോഡ് എ ഫോട്ടോ എന്നുള്ളതുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോയാണ് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളയണം എന്നുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് അതിനെ ക്രോപ്പ് ചെയ്ത് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഡൺ അടിക്കുക. ഇതാണ് ഇവരുടെ ഇൻ്റർഫേസ്. അതായത് നമ്മൾ എഡിറ്റിംഗ് ആയിട്ടുള്ള വരുന്ന ഇൻ്റർഫേസ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും അതുപോലെ നമുക്ക് മാനുവലായിട്ടും എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഓട്ടോ കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓട്ടോ കളറാണ്, കളർ സെലക്ഷൻ വെച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂ കളറിൽ ഇത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ കളർ അവിടെ നിന്ന് ചേഞ്ച് ആയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ത്രഷോൾഡ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡെപ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്, കുറയ്ക്കുകയും കൂട്ടുകയും എല്ലാം ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു വേണ്ട ഏത് കളറാണ് ചേഞ്ച് വേണമെന്നുള്ളതിൽ നമുക്കതങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്ന് നമുക്ക് ബാക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ നമുക്ക് അവിടെ വരുന്നതാണ്. പിന്നെ അതിൻ്റെ അകത്ത് എത്ര നമുക്ക് നമ്മൾ ചേഞ്ചസ് ചെയ്യുന്നുള്ളതിൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് മാജിക് എന്നൊരു ടൂളാണ്. ആ മാജിക് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എവിടെയൊക്കെ ഡ്രാഗ് ചെയ്യുന്നു ആ ഒരു സെഷൻ്റെ കളർ അവർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ അത്രയും ഭാഗം റിമൂവ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലൂ കളറാണെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ കളർ മാത്രം അവർ ആ ഒരു സെലക്ഷൻ ചെയ്ത ഭാഗത്തു നിന്ന് ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ അത്രയും ഭാഗം കൂടി പോകുന്നതാണ്. നമുക്ക് ജസ്റ്റ് അൺഡു ചെയ്ത് വിടാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഏതാണ് വേണമെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അത്രയും ഭാഗത്തെ കളറിൻ്റെ വെച്ചിട്ട് അവർ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ള ടൂൾ എന്ന് പറയുന്നത് മാനുവൽ ഓപ്ഷൻ ടൂളാണ്. നമ്മൾ എന്തൊക്കെ നമ്മൾ ഡ്രാഗ് ചെയ്യുന്നു അതുപോലെ തന്നെ അത്രയും ഭാഗത്തേത് റിമൂവ് ആവുന്ന ടൂളാണ്. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ആ ഒരു റിമൂവ് ചെയ്യുന്നതിന് മാനുവലായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ എങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു അതെല്ലാം റിമൂവ് ആവുന്നതാണ്. അതിൻ്റെ സൈസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിൻ്റെ ആ ഒരു വലുപ്പം കൂട്ടിക്കൊണ്ട് തന്നെ നമുക്ക് എത്രയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് റിമൂവ് ചെയ്യുന്നതാണ്. പിന്നെ റിപ്പയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള അതായത് ശരിക്കുമുള്ള ഇമേജ് എങ്ങനെയാണോ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നമുക്ക് കൂട്ടണമെന്നോ അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞത് കൂടിപ്പോയെന്നുണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്ത് വെക്കാനായിട്ടാണ് ആ ഒരു റിപ്പയർ ടൂൾ ഉള്ളത്. നമ്മൾ അവിടെ വന്നിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ പോലെ തന്നെ അത്രയും ഭാഗം വരുന്നതാണ്. ജസ്റ്റ് ഓട്ടോ കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഏതൊക്കെയാണോ ഭാഗം വേണ്ടാത്തത് എന്നുള്ളത് നമുക്ക് അത്രയും ഭാഗത്തെ കളർ വെച്ചിട്ട് ഈ സാധനം റിമൂവ് ചെയ്യുന്നതാണ്. ഈ ഒരു ഇമേജിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. കാര്യം അവരുടെ ആ ഒരു കളർ പാറ്റേൺ വരുന്നത് പല പല ഒരു ഡെപ്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് അത് ചെയ്യാണ്ട് കുറച്ച് ടഫുണ്ട്. നമുക്ക് മാനുവലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഇമേജസ് ആണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിൽ ചെയ്യാവുന്നതാണ്. അതായത് കളർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ത്രഷോൾഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൾറെഡി ഇതിന് ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് തന്നെ അതായത് ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ വെബ്സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മളിപ്പം ഓട്ടോമാറ്റിക്കായിട്ടോ അല്ലെങ്കിൽ മാനുവലായിട്ടോ ഒന്നും തന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നില്ല. ഇവർക്ക് ഓൾറെഡി ഉള്ള വെബ്സൈറ്റിനകത്ത് നമ്മൾ ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ ഒരു ഔട്ട്പുട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ആണ് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.